വാഗമണിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് വാഗമണിലെ ലോവർ പൈൻ വാലി. പൈൻ വാലിയുടെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒപ്പം നമ്മൾ വാഗമൺ ഹ്യൂ എന്ന് പറഞ്ഞൊരു ഫാം ഹൗസിൽ പോയി സ്റ്റേയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ലോവർ പൈൻ വാലിയുടെ അവിടെ എത്തി നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് അവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിലെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ലോവർ പൈൻ വാലിയുടെ അവിടെയായിട്ട് കുറച്ച് ഹോട്ടലൊക്കെ ഉണ്ട്, ഫുഡും വാഷ്റൂമും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കിടക്കുന്ന ഈ ഒരു വഴിയാണ് നമുക്ക് ലോവർ പൈൻ വാലിയിലേക്ക് പോകേണ്ടത് കേട്ടോ. ഞാനും ഇതുവരെ ഈ ഒരു ലോവർ പൈൻ വാലിയിൽ വന്നിട്ടില്ല. കൂടുതൽ ആൾക്കാരും തന്നെ ഈ ഒരു ലോവർ പൈൻ വാലിയിലേക്ക് വരാതെ വാഗമണിൻ്റെ ടൗണിനടുത്തുള്ള അപ്പർ പൈൻ വാലിയിലാണ് കൂടുതൽ ആൾക്കാരും പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ്. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് 100 രൂപയും വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ നടത്താനായിട്ട് 500 രൂപയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്രീ ബുക്കിംഗ് ട്രക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അതിന് 500 to 800 പെർ ഹെഡ് വരുന്നത്. അത് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ ആ ഒരു ട്രക്കിംഗ് നടത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലാണ്. കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പൈൻ മരങ്ങൾ ഇവിടെ കണ്ടു തുടങ്ങും കേട്ടോ. ലോവർ പൈൻ വാലി എന്ന് പറഞ്ഞാൽ പൈൻ വാലിയുടെ ഏറ്റവും താഴ്ഭാഗമാണ്. ഇവിടുന്ന് പിന്നെ മേളിലേക്ക് ഇങ്ങനെ ചെറിയൊരു ഹില്ലായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഹില്ലിലാണ് ഇങ്ങനെ ഫുള്ള് പൈൻ മരങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒരു പൈൻ ഫോറസ്റ്റായി മാറിയിരിക്കുന്നത് കേട്ടോ. ഞങ്ങളിവിടെ വന്നത് നട്ടു ഉച്ചയ്ക്കാണ്. അപ്പോൾ നമ്മൾ വാഗമൺ ട്രിപ്പ് വന്നപ്പം ആദ്യമേ വാഗമണിലെ ഇൻഫിനിറ്റി പൂളിലൊക്കെ പോയി അവിടെ നിന്ന് അത്യാവശ്യം വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉച്ചയായപ്പം ഈ ഒരു പൈൻ വാലി തിരഞ്ഞെടുത്തു കേട്ടോ. ഈ പൈൻ വാലിയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വെയിലൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു ഫോറസ്റ്റ് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് വെയിലും ചൂടൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ വാഗമണിൽ വന്ന് ഭയങ്കര ചൂടുള്ള ഒരു ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് പോയി ഇരിക്കാനും പോയി കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു പൈൻ ഫോറസ്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പർ പൈൻ വാലി ആണെങ്കിലും ലോവർ പൈൻ വാലി ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചൂടോ വെയിലോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നത് ഹോളിഡേയ്സ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ലോവർ പൈൻ വാലിയിൽ ഒരുപാട് തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇടാതെ തിരിച്ചത് കൊണ്ടുപോകണം എന്ന് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കുകളും മലിനീകരണങ്ങളും ഒന്നും ഇടാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നോക്കിയാൽ അടിപൊളി ലുക്കല്ലേ. അതിന് മെയിൻ കാരണം ഈ ഒരു മരങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു മരത്തിൻ്റെ ഒരു ടെക്സ്ചറും ഇതിൻ്റെ ഒരു ഹൈറ്റും പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂര്യപ്രകാശം ഇതിൻ്റെ ഉള്ളിലേക്ക് അടിക്കുമ്പോൾ ഉള്ള ഒരു ലുക്കും ഒക്കെയാണ് ഈ ഒരു പൈൻ ഫോറസ്റ്റിനെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ വന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് വന്നുകൊണ്ടാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ വരുവാണെങ്കിൽ ഈ സൂര്യപ്രകാശത്തിന് പകരം നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോടമഞ്ഞ് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം ആ ഒരു ടൈമിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു കോടമഞ്ഞും പൈൻ മരവും പൈൻ ഫോറസ്റ്റും ഒക്കെ നമുക്ക് ഒരു വേറെ രീതി നമുക്ക് ഇവിടെ വന്നിട്ട് ആസ്വദിക്കാനായിട്ടും സാധിക്കും കേട്ടോ. എല്ലാം കൊണ്ടും ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പൈൻ ഫോറസ്റ്റിൽ കൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇവിടെ കൂടുതലും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിക്കും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പർ പൈൻ വാലിയിലും ലോവർ പൈൻ വാലിയിലും കയറാനായിട്ട് സെയിം ടിക്കറ്റ് റേറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. പൈൻ മരങ്ങളൊക്കെ ഒരു പ്രത്യേക വലിപ്പവും ഭയങ്കര ഹൈറ്റും പിന്നെ എല്ലാം കൂടെ നിൽക്കുന്ന കാണാനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അതുകൊണ്ട് നമ്മളൊരു ഫുൾ ട്രിപ്പ് അടിക്കുമ്പോൾ വെയിലുള്ള ഒരു ടൈമൊക്കെ വരുമ്പോൾ വേണേൽ നമുക്ക് പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഇവിടെ കണ്ടോ ഫോറസ്റ്റിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിൽ കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ ഈ ഒരു ലോവർ പൈൻ വാലി ഇങ്ങനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഗമണിലേക്ക് ഒരു 1 day ട്രിപ്പൊക്കെ വരുന്നവർക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലം തന്നെയാണ് ഈ പൈൻ വാലി ഫോറസ്റ്റ് കേട്ടോ. അത് അപ്പർ പൈൻ വാലിയേക്കാളും കുറച്ചും കൂടെ ഒരു അടിപൊളി ഒരു ലുക്കും ഒരു എൻജോയ്മെൻറ്റും ഒക്കെ കിട്ടുന്നത് ഈ ഒരു ലോവർ പൈൻ വാലിയിലാണ്. ലോവർ പൈൻ വാലിയിൽ ഇതുവരെ വന്നിട്ടില്ലാത്തവർ ജസ്റ്റ് ലോവർ പൈൻ വാലി വന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. ലോവർ പൈൻ വാലി വന്നു കഴിഞ്ഞാലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫോട്ടോഗ്രാഫിയാണ്. പിന്നെ കുറച്ച് നേരം ഇവിടെ നമുക്ക് റെസ്റ്റും ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ.
അപ്പോൾ ഞങ്ങൾ അതിൻ്റെ നടന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ പോവാണ്. അപ്പോൾ നമ്മൾ വാഗമൺ ട്രിപ്പ് വന്നത് 1 ഡേ സ്റ്റേ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഉളുപ്പുണിയിലൊരു ഫാം സ്റ്റേയിലാട്ടോ. അതായത് ഏകദേശം വാഗമൺ ടൗണിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു സ്റ്റേ. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റേയിലേക്ക് ജസ്റ്റ് പോകട്ടോ. പുതിയ മോഡൽ വാഗമൺ ഷൂസ് ഇല്ല കേട്ടോ. ഇന്നത്തെ കാറ്റ് കുറവ്, പുറകെ നല്ല ലോഡല്ലേ. ഈ വണ്ടിയില്ല പുറകെ അന്യ കൂടിയിരുന്നു. അല്ല നമ്മളൊക്കെ ഇവര് പോയതല്ല. അതെ, എന്തോ പരിപാടി കാണിച്ചു. എന്നെ പരിപാടി കാണിച്ചു. അവനിപ്പൊ പ്രാന്ത് പിടിച്ച് പൂത്തേ പോകും. ഇവിടെ അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേ. നമ്മൾ ഓൾറെഡി ഇവിടെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ടോട്ടല് 8 പേരാണ് സ്റ്റേ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന സ്റ്റേ എന്ന് പറയുന്നത് വാഗമൺ ഹ്യൂ എന്ന് പറഞ്ഞൊരു ഫാം ഹൗസ് ആണ്. ഉളുപ്പുണിയിലാണ്. ഉളുപ്പുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളൊരു ഫാം ഹൗസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഏരിയയിലുണ്ട്. ഇത്രയും ഏക്കറിനകത്ത് ഈ ഒരു ഫാം ഹൗസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നതെന്ന് പറഞ്ഞാൽ സീസൺ ടൈമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോഗോ തണുപ്പോ ഒന്നും ഇല്ല കേട്ടോ. നല്ല വെയിലല്ലേ. അപ്പം നമ്മളിവിടെ ഈ ഫാം ഹൗസിൽ വന്നപ്പോൾ ആണെങ്കിൽ തന്നെ 2:30 ആയേ ഉള്ളൂ. നട്ടുച്ചയ്ക്ക് വന്നേക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലും ചൂടും ഉണ്ട് കേട്ടോ. പിന്നെ രാത്രിയിലും രാവിലെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. പിന്നെ ഈ വെയിലുള്ളപ്പോൾ ഒരു പരിപാടി നടക്കൂല. വെയിൽ കുറഞ്ഞ് അല്ലെങ്കിൽ മോർണിംഗ് മാത്രമാണ് നമുക്ക് ഇതിൽ ഇറങ്ങി നടക്കാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ കേട്ടോ. നമ്മള് വാഗമണൊക്കെ പോയി ഒന്ന് പൈൻ വാലി പോയി, വെട്ടിപ്പൂള് അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങിട്ട് വന്നത്. രാവിലെ വന്നായിരുന്നു. ഇവിടെ രാവിലെ 10 മണിയായപ്പോൾ എത്തിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കെയർ ടേക്കർ ആണിത്. അപ്പോൾ കെയർ ടേക്കർ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടും വരാം കേട്ടോ. നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് 8 പേരാണ്. 8 പേർക്ക് 12,500 കേട്ടോ വരുന്നത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അത് ഓരോ സീസൺ അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എടുത്തേക്കുന്ന ഈ ഒരു ഫാം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉള്ളൊരു ഫാം ഹൗസാണ്. അത്രയും ഒരു വലിയൊരു പ്രോപ്പർട്ടി ഉണ്ട്. കുറേ ഏക്കർ പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ തേയിലത്തോട്ടവും പോണ്ടും വേറെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിൻ്റെ ഒരു ഏരിയയാണ്. അതിൻ്റെ നടുക്കാണ് ഈ ഒരു ഹൗസ് തന്നെ. അപ്പം അത്യാവശ്യം നല്ലൊരു വൈഡ് ഹൗസാണ്. ഒരുപാട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. പിന്നെ ആ ഒരു കുളത്തിലാണെങ്കിൽ നമുക്ക് ഈവനിങ് ഒക്കെ വേണമെങ്കിൽ പോയി കയാക്കിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. ഫാം ഹൗസിൻ്റേതായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫാം ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈപ്പ് ബെഡ്റൂമാണ് എടുത്തത്. അതിനോട് ചേർന്ന് തന്നെയായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഞങ്ങൾക്ക് 8 പേർക്ക് 2 ബെഡ്റൂമാണ് നമ്മൾ എടുത്തത് കേട്ടോ. 2 ബെഡ്റൂമൊക്കെ ബുക്ക് ആയി കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഫുള്ള് പിന്നെ നമുക്കായിട്ട് തന്നെ തരും കേട്ടോ. വേറെ ഗസ്റ്റുകൾ കാര്യങ്ങളൊന്നും കാണൂല. അപ്പോൾ ഞങ്ങൾ എടുത്തപ്പോൾ തന്നെയാണെങ്കിലും ഞങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ഗസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഈ ഒരു പ്രോപ്പർട്ടിയിലും ഈ ഒരു ഫാം ഹൗസിലും നമ്മൾ മാത്രമായിരിക്കും ആ ഒരു നൈറ്റും ഡേയും ഉണ്ടാവുള്ളൂ കേട്ടോ.